കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദു കൃഷ്ണ. മുകളിലേക്കുള്ള പടികൾ ഓരോന്ന് കയറുമ്പോഴും അവൾക്കറിയാമായിരുന്നു ഇനി എന്താകും സംഭവിക്കാൻ പോകുന്നതെന്ന്. ഓർക്കുമ്പോൾ തന്നെ കൈയും കാലും വിറയ്ക്കുന്നുണ്ട്. രാവിലെ അമ്മയുടെ അനുവാദമില്ലാതെ പോയത് തന്നെ ആളെ എത്രത്തോളം ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടെന്നറിയാം. പക്ഷെ ഇനിയും കുറച്ചുകൂടി അമ്മയുടെ ഭാഗത്തു നിന്നാൽ ഭ്രാന്തി പിടിക്കും എന്ന് തോന്നിയപ്പോഴാണ് എന്തായാലും വേണ്ടില്ല എന്നുള്ള രീതിയിൽ അച്ഛനൊപ്പം പുറപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ സ്വസ്ഥമായി ഒന്ന് ശ്വാസം എടുക്കാനുള്ള പകപ്പാടായിരുന്നു തന്നിലെന്ന് തോന്നുന്നു. പക്ഷേങ്കിൽ തിരിച്ചിപ്പോ പടി കയറുമ്പോൾ ഉണ്ടാകുന്ന ഭയം, ആ ഒരു പിടപ്പോടെയാണ് അവസാനത്തെ പടിയും കയറി ഗേറ്റ് തുറന്നവൾ വീട്ടുമുറ്റത്തേക്ക് കാലുവെച്ചത്. സാധാരണ ഈ നേരം പുറത്തു കാണേണ്ട അമ്മയെ കാണാതെ വന്നതും കണ്ണൊന്നു ചുരുങ്ങി. എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭയം. മണി 5 കഴിഞ്ഞു. വിളക്കൊരുങ്ങുന്ന നേരമായിട്ടുണ്ട്. അവിടെ നിന്നും വൈകുന്നേരം 4 മണി മുതൽ ഇറങ്ങാൻ തുടങ്ങുകയാണ്. പക്ഷേ അവിടെ ഒരാളുടെ നോട്ടത്തിലും ഭാവത്തിനും മുന്നിൽ അപ്പോഴൊക്കെ തോറ്റു നിന്നുപോയി. ഇനി ഒരു പക്ഷേ ഇതുപോലെ ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകില്ലല്ലോ എന്നുള്ള ഭയമായിരിക്കും കാരണം. അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഇന്നത്തെ ക്ലാസ് എടുപ്പ്. ആ നേരം അവൻ മാത്രം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവനെ അനുസരിക്കാനും അവനൊപ്പം നിൽക്കാനുമാണ് മനസ്സു പറഞ്ഞത്. അവസാനം ഒട്ടും ഇഷ്ടമില്ലാതെയാണ് അവൻ തന്നെ പറഞ്ഞയച്ചതെന്ന് ആ മുഖം പിന്നെയും പിന്നെയും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. തന്റെ അവസ്ഥയും ഏതാണ്ടൊക്കെ അത് തന്നെ ആയിരുന്നില്ലേ? ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലോ ആ ആളുടെ അടുത്തു നിന്നും വരാൻ. ഇന്നലെ വരെ കാണാതിരുന്നപ്പോൾ ഉണ്ടായ സങ്കടങ്ങൾക്കൊക്കെ ഇന്ന് പുതിയൊരർത്ഥം വന്ന പോലെ തോന്നി അവൾക്ക്. കാണാതിരുന്ന സമയങ്ങളിലൊക്കെ സങ്കടം വന്നിരുന്നെങ്കിലും ഇന്ന് അവന്റെ മനസ്സറിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന സങ്കടത്തിന് ഏതാണ്ട് ആഴമേറിയ പോലെ. ഇതാകും പ്രണയം. ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതും അതുവരെ ഉണ്ടായിരുന്ന ഭയം മാറി അവളുടെ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരി മുട്ടിട്ടു. അവനു വേണ്ടി മാത്രം. തന്റെ മുന്നിൽ കൊട്ടിയടയുന്ന വാതിലിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ സ്വപ്നലോകത്തിൽ എന്ന പോലെ ഞെട്ടി നേരെ നോക്കുന്നത്. അതുവരെ തുറന്നു കിടന്ന വാതിൽ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന കണ്ടതും മനസ്സിലായി അമ്മ വലിച്ചടച്ചതാണെന്ന്. പെണ്ണിന്റെ മുഖം വിളറി. ഒപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തൊക്കെ പ്രശ്നം വന്നാലും ത്രിസന്ധി നേരത്ത് വാതിലടയ്ക്കാൻ സമ്മതിക്കാത്ത അമ്മയാണ് ഇന്നിങ്ങനെ ഇപ്പോൾ വാതിൽ കൊട്ടിയടച്ചിരിക്കുന്നത്. പെണ്ണ് ഓടിപ്പോയി വാതിൽ കുറെ മുട്ടി. അമ്മേ, അമ്മേ വാതിൽ തുറന്നേ, പ്ലീസ് അമ്മേ, വാതിൽ തുറക്കമ്മേ. പെണ്ണ് കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും വിളിച്ചതും അകത്തുനിന്ന് കേട്ടത് ഒരാക്രോശമായിരുന്നു. എന്തിനാ ഇങ്ങോട്ട് വന്നേ? അവിടെ തന്നെ അങ്ങ് പൊറുതി കൂടി കൂടായിരുന്നോ? കണ്ടിടം നിരങ്ങിയിട്ട് വന്നേക്കുന്നു അവള് നട്ടപ്പാതിരയ്ക്ക്. അമ്മേ, വാതിൽ തുറക്കമ്മേ, പ്ലീസ് അമ്മേ. പ്രായപൂർത്തിയായ സാധാരണ പെൺകുട്ടികൾ തള്ളയുടെ കീഴിൽ നിന്ന് മാറില്ല. ഇവിടെ ഒരുത്തിക്ക് പക്ഷെ നേരെ തിരിച്ചാണ്. അതിനൊക്കെ കൂടെ പിടിക്കാൻ വേണ്ടി ഒരു തന്തയും. നോക്കട്ടെ നിന്നെ നിന്റെ തന്തയും മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന്. അകത്തു നിന്നും വാശിയോടെ ഓരോ വാക്കുകൾ പറയുമ്പോഴും അവരാ വാതിൽ വന്ന് തുറന്നില്ല. അമ്മേ, വാതിൽ തുറക്കമ്മേ. അവൾ ആ വാതിൽ പടിയിൽ തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പിന്നെയും പിന്നെയും അകത്തേക്ക് നോക്കി വിളിച്ചു. പക്ഷെ എന്തോ ബാധ കൂടിയ പോലെ മഞ്ജുവിന്റെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. അന്ന് ആദ്യമായി ആ വീട്ടിൽ വിളക്ക് വെച്ചില്ല. അതിനുവേണ്ടി പോലും വീടിന്റെ വാതിൽ തുറക്കില്ലെന്നുള്ള മഞ്ജുവിന്റെ വാശി. നേരം കടന്നു പോകുന്തോറും ചുറ്റും ഇരുട്ട് പടർന്നു. പുറത്തെ ലൈറ്റ് പോലും ഇടാതെ മഞ്ജു വാശിയിൽ തന്നെ അകത്തിരുന്നു. ആമ്പലുവിന് വല്ലാത്തൊരു ഭയം പിടികൂടി തുടങ്ങി. ഇരുട്ടിനെ അവൾക്ക് ഭയമാണ്. അത് ഏറ്റവും നന്നായി അറിയുന്നത് മഞ്ജുവിനാണ്. എന്നിട്ടും അവർക്കെന്തോ അവളോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താൻ വിലക്കിയിട്ടും അതിനെ കേൾക്കാതെ ഇറങ്ങിപ്പോയതിന്റെ ദേഷ്യം ഓരോ നിമിഷം കഴിയുന്തോറും അവരിൽ വല്ലാത്തൊരു പകയായി വളരുകയായിരുന്നു എന്ന് പോലും തോന്നുന്ന പോലെ അവരുടെ ആ സമയത്തെ മനസ്സിലെ ചിന്തകൾ. അമ്മേ, ലൈറ്റെങ്കിലും ഇടമ്മേ, പേടിയാവുന്നു. കരഞ്ഞ് കരഞ്ഞ് ശബ്ദം പോലും പുറത്തു വരാത്ത അവസ്ഥയിലും അവൾ കഥകൾ തല്ലി വിളിച്ചുകൊണ്ടിരുന്നു. സാധാരണ വരുന്നതിലും താമസിച്ചാണ് അശോകൻ എന്ന് വീട്ടിലെത്തിയത്. ഗേറ്റ് തുറക്കാതെ പുറത്തു വെച്ച് തന്നെ കണ്ടിരുന്നു വീടാകെ ഇരുട്ടിൽ മൂടിക്കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തൊട്ടു മുന്നിലെ പോസ്റ്റിലേക്ക് പോയി. കറണ്ട് ഉണ്ടെന്ന് ഉറപ്പിച്ചു വന്ന ശേഷം അകാരണമായ ഒരു ഭയം അയാളിൽ പിടിമുറുക്കി. കറണ്ട് ഉണ്ടായിട്ടും വീട്ടിൽ വെളിച്ചമില്ലെങ്കിൽ ആ ഒരു ഭയത്തോടെയാണ് അയാൾ കയ്യിലിരുന്ന മൊബൈലിലെ വെട്ടം തെളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് പാഞ്ഞത്. പുറത്തുനിന്ന് മകളുടെയും ഭാര്യയുടെയും പേര് പറഞ്ഞ് അകത്തേക്ക് പാഞ്ഞെന്ന അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ഇടിച്ചു പതയുന്ന പോലെയാണ് എന്തോ വന്ന് തട്ടി നിന്നത്. ഭയന്നു പോയെങ്കിലും നെഞ്ചിലേക്ക് വന്നിടിച്ചതിനെ അദ്ദേഹം ഇടതുകൈ കൊണ്ട് പിടിച്ചു നിന്നു. എന്താ ഏതാ എന്നൊന്നും മനസ്സിലാവാതെ കയ്യിലിരുന്ന ഫോണിന്റെ വെട്ടത്തിൽ നോക്കുമ്പോഴാണ് അത് ആമ്പലു ആണെന്ന് തിരിച്ചറിയുന്നത്. അദ്ദേഹം വല്ലാതെ ഭയന്നുപോയി. അമ്പു, മോളെ. അയാൾ അവളുടെ കവിളിൽ തട്ടി വിളിക്കുമ്പോൾ പെണ്ണച്ഛനെ വട്ടം ചുറ്റിപ്പിടിച്ച് ആ നെഞ്ചിൽ മുഖം അമർത്തി വിങ്ങി കരയുകയായിരുന്നു. അച്ഛേ. മോളെ, കുഞ്ഞി, എന്താ പറ്റിയത്? അമ്മ എന്തേ? അച്ഛാ. മഞ്ജു ഇല്ലേ മോളെ? അവൾ എവിടെ പോയി? ഇത്ര നേരം മോൾ ഇവിടെ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നോ?
മനസ്സിൽ വന്ന ചോദ്യങ്ങൾ ഒന്നൊഴിയാതെ ചോദിക്കുമ്പോഴും തന്റെ കയ്യിലിരുന്ന് വിറയ്ക്കുന്ന കുഞ്ഞിന്റെ ശരീരം അയാൾ പൊതിച്ചു പിടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അമ്മ അമ്മ അകത്തുണ്ട്, അവള് പാതി മുറിഞ്ഞും കരഞ്ഞുമൊക്കെയായി പറഞ്ഞു. അകത്തുണ്ടോ? ഒന്നും മനസ്സിലാവാത്ത പോലെ അയാളുടെ പുരികം ചുളിഞ്ഞു. എന്നെ എന്നോട് ദേഷ്യം, വാതില് തുറന്നില്ല, ഇരുട്ടത്ത്. ബാക്കി പറയും മുന്നേ തന്നെ അവള് ബോധം കെട്ട് നിലത്തേക്ക് ഊർന്നു വീണുപോയിരുന്നു. മോളെ, അലറിക്കൊണ്ട് അശോകൻ വിളിച്ചു കൂവി. ഒപ്പം തന്റെ ശരീരത്തിലൂടെ ഊർന്നു പോകുന്ന മകളെ ഇരു കയ്യാലെയും താങ്ങി. അമ്പു, മോളെ, അച്ഛന്റെ പൊന്നെ, അച്ഛനെ പേടിപ്പിക്കാതെ കണ്ണു തുറക്കടി. അവളുടെ കവിളിൽ തട്ടി വിളിക്കുമ്പോൾ അയാൾ ഏങ്ങി ഏങ്ങി കരയുകയായിരുന്നു. പിന്നെ അയാൾ 3-4 തവണ അവളെ തട്ടി വിളിച്ചിട്ടും കുഞ്ഞ് കണ്ണു തുറക്കുന്നില്ലെന്ന് കണ്ടതും അദ്ദേഹം ഭയന്നു. ഇതേ സമയം അകത്തിരുന്ന് സീരിയൽ കണ്ടുകൊണ്ടിരുന്നവർ ഈ നടന്നുവെന്നും അറിയാതെ സ്ക്രീനിലെ മായാജാലത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അദ്ദേഹം മെല്ലെ അവളെ നിലത്തേക്ക് കിടത്തിക്കൊണ്ട് മുന്നിലെ പൈപ്പിന്റെ അടുത്തേക്ക് ഓടി. പൈപ്പ് തുറന്നിട്ട് കൈക്കുമ്പിളിൽ വെള്ളവുമായി വന്നത്രയും അവളുടെ മുഖത്തൊഴിച്ചതും പെണ്ണിന്റെ കണ്ണുകൾ ചിമ്മി. മൊബൈലിന്റെ വെട്ടം ഒന്നും കൂടി ശരിയാക്കി വെച്ച അദ്ദേഹം നനഞ്ഞ കൈകൊണ്ട് അവളുടെ മുഖം തുറച്ചതും ആമ്പലു പയ്യെ കണ്ണു തുറന്നു. മോളെ, അച്ഛന്റെ കുഞ്ഞ് അച്ഛനെ പേടിപ്പിച്ചല്ലോടി. അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കരയുമ്പോൾ അവളും ഏങ്ങിക്കരഞ്ഞു. കുറെ നേരം അങ്ങനെയിരുന്നു അച്ഛനും മോളും. പിന്നെ മെല്ലെ മകളെ പൊക്കി താങ്ങിപ്പിടിച്ച് അദ്ദേഹം എഴുന്നേറ്റു. പൂവിനേക്കാൾ ഭാരമില്ലാത്ത ശരീരം ഒതുക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹം ആ വാതിലിൽ 4-5 തവണ ആഞ്ഞടിച്ചു. ഒപ്പം മഞ്ജു എന്നുള്ള വിളിയും. എന്നാൽ ശബ്ദം കൂട്ടിവെച്ച് സീരിയൽ കാണുന്നവർ ഈ വിളിയൊന്നും കേട്ടില്ല. താൻ ഇത്രയുമൊക്കെ വിളിച്ചിട്ട് വാതിൽ തുറക്കാതെ വന്നതും ദേഷ്യത്തോടെ മുന്നിലിരുന്ന കസേരയൊന്നെടുത്ത് വാതിലിലേക്ക് ആഞ്ഞടിച്ചു അശോകൻ. അച്ഛന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയും കസേര പൊട്ടുന്ന ശബ്ദവും എല്ലാം കൂടി ആയതും ആമ്പലു പേടിച്ചച്ഛന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി അങ്ങനെ നിന്നു. വിറച്ചുകൊണ്ട് തന്റെ ശരീരത്തേക്ക് ഭയന്നു നിൽക്കുന്ന മകളെ അദ്ദേഹം ഇടത് കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ച് വാതിലിലേക്ക് വീണ്ടും ആഞ്ഞടിക്കാൻ തുടങ്ങിയപ്പോഴാണ് മുന്നിലെ വാതിൽ മലർക്ക തുറക്കുന്നത്. എന്തോ വലിയ ശബ്ദം കേട്ട് ഓടി വന്നതാണ് മഞ്ജു. തൊട്ടു മുന്നിൽ മകളെയും അവളെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന അശോകനെ കണ്ടതും അവർ പതറി. തൊട്ടടുത്ത നിമിഷം രാവിലെ പറഞ്ഞിട്ടും കേൾക്കാതെ പോയ അച്ഛന്റെയും മോളുടെയും മുഖം ഓർമ്മ വന്നതും അവരുടെ മുഖത്ത് ദേഷ്യം ഇരട്ടിയായി. വന്നോ? അടുത്തത് എന്തോ പറയാൻ വന്നതും അയാളുടെ കൈ അവരുടെ കവിളിൽ ആഞ്ഞു പതിച്ചു കഴിഞ്ഞിരുന്നു. ഒരു നിമിഷം കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ അവര് ഭയന്നുപോയി. അതിലും ഞെട്ടൽ ആമ്പലിനായിരുന്നു. ഇതുവരെ രണ്ടുപേരും തമ്മിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അച്ഛൻ ഇന്നുവരെ അമ്മയെ കൈവച്ച് കണ്ടിട്ടില്ല. ആദ്യമായി കണ്ട കാഴ്ചയിൽ അവളുടെ ശരീരം വിറച്ചുപോയി. ഇതേ സമയം കവളിലറിഞ്ഞ പെരുപ്പ് വേദനയായി മാറി മഞ്ജുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ഒപ്പം തല്ലിയതിന്റെ ദേഷ്യം കൂടിയായതും അവർ അശോകന്റെ നേരെ ചീറി. എന്നെ നിങ്ങൾ തല്ലി അല്ലേ? നിന്നെ ഉണ്ടല്ലോ, നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. അത് വേണ്ടെങ്കിൽ എന്റെ മുന്നിൽ നിന്ന് മാറടി. ഒരിക്കൽ കൂടി അവരുടെ നേരെ കയ്യും പൊക്കിയതുമല്ല ആമ്പൽ അച്ഛനെ വട്ടം പിടിച്ചു. ഒന്നും ചെയ്യല്ലേ അച്ഛാ. പേടിച്ചുകൊണ്ടുള്ള മോളുടെ കരച്ചിൽ കണ്ടതും അശോകൻ മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഒപ്പം ഉയർത്തിയ കൈ മെല്ലെയെങ്കിലും താഴ്ത്തി. ഇതേ സമയം അച്ഛനെയും മോളെയും തീർക്കാനുള്ള ദേഷ്യവുമായി കവള് പൊത്തിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു മഞ്ജു. മോള് വാ. അവളെയും പിടിച്ച് അകത്തേക്ക് നടക്കാൻ പോയ അശോകന്റെ മുന്നിലേക്ക് മഞ്ജു കയറി നിന്നു. ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെ തല്ലിയെന്ന് പറയാതെ അച്ഛനും മോളും അകത്തേക്ക് കയറണ്ട. വാശിയോടെ ഒരു പോരുകോഴിയുടെ ശൗര്യത്തോടെ അശോകന്റെ മുന്നിലേക്ക് മഞ്ജു പിന്നെയും വന്നതും അടുത്ത അടിയും അവരിൽ വീണിരുന്നു. വേണ്ട വേണ്ടെന്ന് വെച്ച് ഞാൻ ഒഴിഞ്ഞു പോയാലും വന്നു നിന്ന് കയറി വാങ്ങിച്ചോണം. നീയൊക്കെ ഒരു തള്ളയാണോടി. സ്വന്തം കുഞ്ഞിനെ ഇരുട്ടത്ത് പുറത്തു നിർത്തിയിട്ട് എന്ത് ധൈര്യത്തിലാടി നീ അകത്ത് കയറിയിരുന്നത്? അതും ഈ കുഞ്ഞിന് ഇരുട്ട് പേടിയാണെന്ന് അറിഞ്ഞിട്ട് നിനക്ക് എങ്ങനെ തോന്നിയടി അത് ചെയ്യാൻ? ഒന്നുമല്ലെങ്കിലും നമ്മുടെ കുഞ്ഞല്ലേടി അവള്. തന്റെ നെഞ്ചിൽ കിടന്ന് കരയുന്ന മകളെയും പിന്നെയും അദ്ദേഹം ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞോ? ആണോ? അവരുടെ അലർച്ചയിൽ അശോകനും ആമ്പലും ഒരുപോലെ ഞെട്ടിപ്പോയി. ഇത് നിങ്ങളുടെ മാത്രം കുഞ്ഞാണ്. നിങ്ങൾ പറയുന്ന മാത്രമാണ് അവൾക്ക് വേദവാക്യം. ഞാൻ ആരുമല്ല അവളുടെ. ഞാൻ അവൾക്ക് ആരെങ്കിലും ആയിരുന്നെങ്കിൽ മൂത്തവളെ പോലെ ഇവളും ഞാൻ പറഞ്ഞത് കേട്ട് ജീവിച്ചേനെ. പക്ഷെ ഇവൾ അങ്ങനെയാണോ? ഇവളുടെ ഭാവം കണ്ട ഞാൻ ഇവിടെ വേലക്കാരിയാണെന്ന പോലെയാണല്ലോ. അമ്മേ. ചീറിക്കൊണ്ട് മഞ്ജു വിളിച്ചു പറയുന്ന പലതും മനസ്സിലാവാതെ അശോകൻ നിന്നെങ്കിൽ അമ്മയുടെ ഓരോ വാക്കും നെഞ്ചിൽ തുളച്ചു കയറുന്ന പോലെ ആമ്പലു മഞ്ജുവിനെ ഉറക്കെ വിളിച്ചു. മിണ്ടി പോകരുത് നീ. നീ ഒറ്റയൊരുത്തി കാരണമാ ഇപ്പൊ ഈ വീട്ടിൽ എന്നും വഴക്കും പ്രശ്നങ്ങളും. എന്നും നീ കാരണമാ ഇയാൾ എന്നെ തല്ലിയത്. കൈ ചൂണ്ടിക്കൊണ്ട് മഞ്ജു അശോകന്റെ നേരെ ചെന്നതും അയാൾ ആ കൈ തട്ടിമാറ്റി.
വായിൽ വരുന്ന വേണ്ടാതനമൊക്കെ വിളിച്ചു പറയാതെ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഇനിയും നീ എന്റെ കൈച്ചൂടറിയും. ഭാര്യയെ തല്ലിയും ഉപദ്രവിച്ചും അടക്കി നിർത്തുന്ന ഒരു ഭർത്താവൊന്നും അല്ല ഞാൻ. പക്ഷേ കൈക്കരുത്തിന്റെ ബലത്തിൽ നിന്നെ മര്യാദ പഠിപ്പിക്കാൻ എനിക്ക് അറിയാത്തത് കൊണ്ടുമല്ല. പക്ഷെ എന്റെ അമ്മ സ്ത്രീകളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും മാത്രമാണ് പഠിപ്പിച്ചു തന്നത്. അത് ഞാൻ കുറച്ചു മുന്നേ വരെ പാലിച്ചതുകൊണ്ടാണ് നീ ഇത്രയും വലിയൊരു അഹങ്കാരിയായത്. പക്ഷെ ഇനി നീ ഇതുപോലെ എന്തെങ്കിലും അഹങ്കാരം കാണിച്ചാൽ മഞ്ജു, എന്റെ കൈച്ചൂട് നീ അറിയും. അത് 100 തരം. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.